ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് സഹോദരൻ ബെൻ തോമസ് ജോൺ മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും സ്നേഹവന്ദനങ്ങൾ. ഓരോ ദിവസവും എത്രയോ തീരുമാനങ്ങളാണ് നാം എടുക്കാറുള്ളത്. രാവിലെ ഉണരുമ്പോൾ മുതൽ ആ തീരുമാനങ്ങളുടെ പരമ്പര ആരംഭിക്കുകയാണ്. ഉറക്കത്തിൽ നിന്നുണരുന്ന നമ്മൾ ഉറക്കം തുടരണമോ അഥവാ കിടക്കമേൽ നിന്ന് എഴുന്നേറ്റ് ദിനകൃത്യങ്ങളിലേക്ക് പ്രവേശിക്കണമോ എന്ന് തീരുമാനിക്കുന്നിടത്ത് ആണ് ആ പരമ്പര ആരംഭിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു ദിവസം 35,000-ലധികം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. അതൊരു മണിക്കൂറിലേക്ക് ചുരുക്കി പരിശോധിച്ചാൽ ഏകദേശം 2,000-ലധികം തീരുമാനങ്ങൾ. അതായത് ഓരോ 2 സെക്കൻഡിലും ഒരു മനുഷ്യൻ ഒരു തീരുമാനം എടുക്കുന്നു, പുതിയ തീരുമാനം എടുക്കുന്നു. നാം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ചില തീരുമാനങ്ങൾ നാം സ്വാഭാവികമായിട്ട് എടുക്കുന്നതാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനം എടുത്തെന്നോ ആ തീരുമാനം നടപ്പാക്കിയെന്നോ നാം അറിയുക പോലുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുക പോലുമില്ല. ശരീരം തന്നെ ആ തീരുമാനം നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി എടുത്ത് നടപ്പാക്കി തരും. ഉദാഹരണമായി കണ്ണ് ചിമ്മുക, ശ്വാസം എടുക്കുക. അതൊന്നും നാം പലപ്പോഴും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ശരീരം നമുക്ക് വേണ്ടി ചെയ്യുന്നതും പ്രാവർത്തികമാക്കുന്നതുമാണ്. മറ്റു ചില തീരുമാനങ്ങൾ അതെടുക്കുവാനായിട്ട് ശരീരം നമുക്ക് പ്രേരണ തരും. അതിൻ്റെ ഫലമായിട്ട് നാം ആ തീരുമാനങ്ങൾ എടുക്കും. ഉദാഹരണമായി വിശപ്പ്, ദാഹം, ഉറക്കം. ഭക്ഷണം കഴിക്കുവാനായിട്ട് വിശപ്പ് എന്ന സൂചന ശരീരം നൽകുമ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നാം ആഹാരം കഴിക്കും. ദാഹം എന്ന സൂചന ശരീരം നൽകുമ്പോൾ നാം വെള്ളം കുടിക്കും. ക്ഷീണം എന്ന സൂചന ശരീരം നൽകുമ്പോൾ നാം വിശ്രമിക്കും അല്ലെങ്കിൽ ഉറങ്ങും. മറ്റു ചില തീരുമാനങ്ങൾ കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദം മൂലം നാം എടുക്കാറുണ്ട്. പഠനം, ജോലി. +2 പഠനം കഴിയുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദം മൂലം അടുത്ത ഒരു കോഴ്സ് എടുത്ത് പഠിക്കും. 4ാമത് മറ്റൊരു തരം തീരുമാനമുണ്ട്. അത് നാം മനഃപൂർവ്വമായി, ത്യാഗോജലമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. നാം എടുക്കുന്ന ഓരോ ആത്മീയ തീരുമാനവും, ദൈവത്തിനു വേണ്ടി നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ, ദൈവവചനമായ ബൈബിളിലൂടെ ദൈവം സംസാരിച്ച് ആ തീരുമാനം എടുക്കുവാനുള്ള പ്രേരണ നമുക്ക് നൽകുമ്പോൾ നാം മനഃപൂർവ്വമായി, ത്യാഗോജലമായി ആ തീരുമാനം എടുക്കേണ്ടി വരും. അത്തരത്തിൽ പല തീരുമാനങ്ങളും നാം എടുക്കാറുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഒരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര നാൾ നാം തുടരുന്നുണ്ട്? എത്ര നാൾ മനഃപൂർവ്വമായി ആ തീരുമാനം തുടർന്നുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും? എത്ര നാൾ ത്യാഗോജലമായി ആ തീരുമാനത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും? നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ വളരെ ചുരുക്കം കാലം മാത്രമേ അത്തരത്തിൽ നിൽക്കാൻ സാധിക്കുന്നുള്ളൂ ഭൂരിപക്ഷം തീരുമാനങ്ങളിലും. ഓരോ തീരുമാനം എടുക്കുമ്പോഴും ആദ്യം അത് നടപ്പാക്കാനായിട്ട് വളരെ ആവേശം നമുക്ക് തോന്നും. ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ത്യാഗോജലമായി അത് നാം നടപ്പിലുമാക്കും. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മടി നമ്മെ ബാധിക്കും, അലസത നമ്മെ ബാധിക്കും. പതിയെ പതിയെ ആ തീരുമാനത്തിൽ നിന്ന് നാം പിറകിലേക്ക് പോകുന്ന സ്ഥിതിയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ബൈബിളിൽ അനേക കഥാപാത്രങ്ങൾ ദൈവത്തിനു വേണ്ടി ത്യാഗോജലമായ തീരുമാനങ്ങൾ എടുക്കുകയും ദീർഘനാളുകൾ അതിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ്. ദാനിയേലിനെ നാം കാണുന്നത് ബാബിലോൺ പ്രവാസത്തിൽ വെച്ചാണ്. BC 606-605 കാലഘട്ടത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് കടന്നു വരികയും അതിനെ ആക്രമിക്കുകയും അവിടെ നിന്ന് ധാരാളം ആളുകളെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ കൂടെ മറ്റു ചില സ്നേഹിതരും ഉണ്ടായിരുന്നു. അവരിൽ ചിലരുടെ പേരുകൾ നമുക്ക് അറിയാം. ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവരാണ്. ദാനിയേലും കൂട്ടുകാരും അവർ രാജസന്തതിയിൽപ്പെട്ടവരായതുകൊണ്ടും
കുലീനന്മാരായതുകൊണ്ടും കാണാൻ സുന്ദരന്മാരായിരുന്നതുകൊണ്ടും കഴിവുള്ളതുകൊണ്ടും രാജകൊട്ടാരത്തിലെ സേവനത്തിനു വേണ്ടി നെബൂഖദ്നേസർ രാജാവ് അവരെ തിരഞ്ഞെടുത്തു. എന്നാൽ അതിനുവേണ്ടി അവരെ അല്പം കൂടെ ഒരുക്കുവാൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഈ ബാലന്മാർക്ക് രാജഭോജനത്തിൽ നിന്ന് കഴിക്കുവാനായിട്ട് കൊടുക്കണം. എന്നാൽ ദാനിയേലിനും കൂട്ടുകാർക്കും ആ കാര്യത്തിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഈ ബാലന്മാരുടെ ആഹാര രീതി വേറെയാണ്, ബാബിലോണിലെ ആഹാര രീതി വേറെയാണ്. ഒരിക്കലും ദൈവിക പ്രമാണമനുസരിച്ച് ബാബിലോണിലെ ആഹാര രീതിയോട് യോജിച്ചു പോകുവാൻ ഈ ബാലന്മാർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു, ഒരിക്കലും ബാബിലോണിലെ ആഹാരം കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. ഞങ്ങൾ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചുകൊള്ളാം. എത്ര വലിയ ഒരു തീരുമാനമാണ് അവരെടുത്തത്. അവരെടുത്ത ആ തീരുമാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിലൊരു തീരുമാനം എടുത്തു ദാനിയേൽ, രാജാവിൻ്റെ ഭോജനം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. ദാനിയേലിൻ്റെ മേൽനോട്ടക്കാർക്ക് ആദ്യം ദാനിയേൽ എടുത്ത ഈ തീരുമാനം നടപ്പാക്കി കൊടുക്കാൻ, അതിനോട് യോജിച്ച് നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ദാനിയേൽ പറഞ്ഞു, 10 ദിവസം ഒന്ന് പരിശോധിക്കുക. 3 വർഷത്തേക്കാണ് അവർക്ക് ഈ പരിശീലനം. അങ്ങനെ 10 ദിവസം പച്ചവെള്ളവും പച്ചക്കറിയും മാത്രം കൊടുത്തു അവരെ പരിശോധിച്ചു. 10 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടുത്തെ രാജഭോജനം കഴിക്കുന്ന ബാക്കിയുള്ളവരെക്കാളൊക്കെ ആരോഗ്യവാന്മാരായും നിപുണന്മാരായും ഈ ബാലന്മാരെ കണ്ടു. അതുകൊണ്ട് തന്നെ ആ 3 വർഷവും അവർക്ക് ആ രീതിയിലുള്ള ആഹാരം കൊടുത്തു. 3 വർഷം കഴിഞ്ഞ് അത്തരത്തിൽ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ബാലന്മാരെയും രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയപ്പോൾ ബാക്കിയുള്ളവരെക്കാളൊക്കെ 10 ഇരട്ടി വിശിഷ്ടന്മാരായിട്ട് ദാനിയേലിനെയും കൂട്ടുകാരെയും കണ്ടു. എന്തുകൊണ്ടാണ് ദാനിയേലിന് താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അത് നടപ്പാക്കാനും സാധിച്ചത്? നാം വായിച്ച വാക്യത്തിൽ കണ്ടു, ദാനിയേൽ ഹൃദയത്തിലാണ് ആ തീരുമാനം എടുത്തത്. എന്നാൽ പലപ്പോഴും നമുക്ക് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നാം ബുദ്ധിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹൃദയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയും എത്ര നാൾ ദാനിയേൽ ഈ തീരുമാനത്തിൽ തുടർന്നു? അല്ലെങ്കിൽ ദാനിയേൽ താൻ പരിശീലിച്ചു വന്നിരുന്ന, താൻ ജീവിച്ചു വന്നിരുന്ന സാഹചര്യങ്ങൾ വിട്ടുകളയാതെ എത്ര നാൾ നിന്നു? അത് ദാനിയേൽ 1-ാം അധ്യായം അവസാന വാക്യത്തിൽ കാണുന്നുണ്ട്. 21-ാം വാക്യം, ദാനിയേലോ കോരസ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു, ആൻഡ് ദാനിയേൽ കണ്ടിന്യൂഡ് അണ്ടിൽ ദ ഫസ്റ്റ് ഇയർ ഓഫ് സൈറസ് ദ കിങ്. കോരസ് രാജാവിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ട് വരെ ദാനിയേൽ തുടർന്നു. അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഒരുപക്ഷെ ദാനിയേൽ എടുത്ത ഈ തീരുമാനത്തിൽ ബാബിലോണിലെ സംസ്കാരമായിട്ടോ അവിടുത്തെ ജീവിത രീതികളുമായിട്ടോ പൊരുത്തപ്പെടാതെ കോരസ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ദാനിയേൽ തുടർന്നു എന്നുള്ളതാണ്. അത് ദീർഘമായ ഒരു കാലഘട്ടമാണ്. ദീർഘമായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 70 വർഷങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, BC 606, 605 കാലഘട്ടത്തിലാണ് ദാനിയേൽ ബാബിലോണിലേക്ക് എത്തുന്നത്. കോരസ് രാജാവ് അധികാരത്തിൽ വരുന്നത് BC 539, 538 കാലഘട്ടത്തിലാണ്. 539 ബാബിലോൺ സാമ്രാജ്യം തകർന്നതും പേർഷ്യൻ സാമ്രാജ്യം നിലവിൽ വന്നതും. ആ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവാണ് കോരസ്. ആ കോരസ് രാജാവിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിലാണ് ബാബിലോണിൽ കഴിയുന്നവർക്ക് തിരികെ യെരുശലേമിലേക്ക് പോകുവാനുള്ള വിളംബരം, അനുവാദവും കൊടുത്തത്. അതായത് ബാബിലോൺ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലത്തോളം ദാനിയേൽ താൻ എടുത്ത ഈ തീരുമാനത്തിൽ തുടർന്നു. എത്രയോ നല്ല ഒരു മാതൃകയാണ്. ദീർഘമായ 70 വർഷങ്ങൾ, അല്ലെങ്കിൽ ഈ തീരുമാനം എടുക്കുവാൻ മുഖാന്തരമായി തീർന്ന, അവരുടെ മേൽ നിബന്ധനകൾ കൊണ്ടുവന്ന ബാബിലോൺ എന്ന ആ സാമ്രാജ്യം അസ്തമിക്കുന്ന കാലം വരെ ദാനിയേൽ എടുത്ത ഈ തീരുമാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ തുടർന്നു.
ഇതൊരു വെല്ലുവിളിയായിരിക്കട്ടെ, ഇതൊരു മാതൃകയായിരിക്കട്ടെ. നമുക്കും ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം. ആ തീരുമാനങ്ങളിൽ നമുക്ക് തുടരാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തുടരണമെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കുകയില്ല. ദൈവത്തിൽ സമ്പൂർണമായ ആശ്രയം വേണം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ ആ തീരുമാനങ്ങളിൽ നിലനിന്ന് പോകുവാൻ സാധിക്കും. അതിനായിട്ട് എല്ലാ കേൾവിക്കാരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.